ഒരിക്കൽ അബൂ ലഹബിനോട് പറഞ്ഞു, നാളത്തെ കാര്യം എന്താണെന്ന്. നമ്മൾ അല്പനേരം അത് കേട്ടു. അബൂ ലഹബിന്റെ മകൻ ഉതൈബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളെ വിവാഹം ചെയ്തു. എന്നാൽ ഭാര്യാഭർത്തൃ ജീവിതം നയിക്കുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളെ ഭാര്യാപദത്തിൽ നിന്ന് ഒഴിവാക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളെ വിവാഹം കഴിക്കാൻ അവസരം കിട്ടിയ ആൾ, പക്ഷേ വാപ്പയുടെ ദുർബോധനത്തിൽ വീണുപോയ ആളാണ്. വാപ്പായുടെ ഇഷ്ടത്തിന് വേണ്ടി മുത്തുനബി തങ്ങളുടെ മകളെ ഒഴിവാക്കി. എന്നാൽ അത് മാത്രമല്ല അയാൾ ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിച്ചു. فحين فارقها سطع على رسول الله صلى الله عليه وسلم وشق قميصه. ഒരു നിവേദനത്തിൽ എങ്ങനെയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കടന്നു പിടിച്ചിട്ട് അവിടുത്തെ കുപ്പായം കീറിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കടന്നു പിടിച്ചിട്ട് കുപ്പായം അവിടുന്ന് കീറിപ്പോയി. وهو خارج مع أبي لهب إلى الشام. അത് കഴിഞ്ഞ വാപ്പയാകുന്ന അബൂ ലഹബിന്റെ കൂടെ സിറിയയിലേക്ക് പോവുകയാണ്. മറ്റൊരു നിവേദനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരെ അയാൾ തുപ്പി, പക്ഷേ നബി തങ്ങളുടെ ശരീരത്തിൽ വീണില്ല. അങ്ങനെ ഒരുപാട് ക്രൂരതകളും ആക്ഷേപങ്ങളും അയാൾ നടത്തി. അങ്ങനെ ഒരുപാട് കുറ്റം ആക്ഷേപങ്ങളും നടത്തി. അപകടകരമായ പെരുമാറ്റങ്ങൾ അങ്ങ് നടത്തിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആയാണ്, അല്ലാഹുമ്മ സല്ലിത് അലൈഹി കൽബൻ മിൻ കിലാബിക്. അല്ലാഹുവേ, നിന്റെ സൃഷ്ടികളിലെ നായകളിൽ നിന്നൊരു നായയെ കൊണ്ട് ഇയാളെ നീ പരാജയപ്പെടുത്തണം റഹ്മാനെ, നീ പിടിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥനയാണ്. അതിരുകളെന്ന വിനാശം കൊണ്ട് പ്രബോധനത്തിന്റെ വഴിയിലും പ്രവർത്തനത്തിന്റെ വഴിയിലും തടസ്സമുണ്ടാക്കുന്നയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയങ്ങ് കഴിയുമ്പോ അബൂ ലഹബിന് അറിയാം അന്നമാ ഖാല വഖിഉ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ അത് സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന അനുഭവങ്ങളിലൂടെ അറിവുള്ള അബൂ ലഹബ് മനസ്സിൽ പതിഞ്ഞുപോയി, എന്റെ മകന് വരാനുള്ള നാശം എത്ര വലുതാണ്. ബക്കറ്റും കൊണ്ട് സംഘാടകർ വരുമ്പോ എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് അബൂ ലഹബിന് നബി തങ്ങളിൽ വിശ്വാസമില്ലെങ്കിലും ഉതൈബത്തിന് വിശ്വാസമില്ലെങ്കിലും ആ കാലത്തുള്ള മുശ്രിക്കുകളായ ആളുകൾക്ക് ഈമാൻ ലഭിച്ചില്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് സംഭവിക്കും എന്നറിയാം. പേടി അപ്പോഴേ തുടങ്ങി. വാപ്പാക്ക് മകനെ കുറിച്ച് തുടങ്ങി, മകനെ സ്വന്തം തുടങ്ങി. പറയിക്കേണ്ടിയില്ലായിരുന്നു എന്ന് തോന്നിപ്പോയി. അങ്ങനെ അതാ അബൂ ലഹബ് മകനുമായി ഷാമിലേക്ക്, സിറിയയിലേക്ക് യാത്ര ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആയാണ്, അല്ലാഹുമ്മ സല്ലിത് അലൈഹി കൽബൻ മിൻ കിലാബിക്. പടച്ചവനെ, നിന്റെ സൃഷ്ടികളിൽ ഏതെങ്കിലും ഒരു നായക്ക് ഇയാളെ കീഴൊതുക്കണേ അല്ലാഹ്. ഫലമ്മാ നസലൂ ബിസ്സർഖാഇ മിനശ്ശാമി ലൈലൻ. അവര് രാത്രിയിൽ സിറിയയിലെ സർഖാ എന്ന് പറയുന്ന ദേശത്ത് എത്തിയപ്പോൾ അവിടെ ഒരു പുരോഹിതന്റെ വീടിനോട് ചേർന്നാണ് താമസം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തത് ഓർമ്മയുള്ള അബൂ ലഹബ് അതാ അവിടെയുള്ള കൂട്ടുകാരോട് പറയുകയാണ്, അല്ലയോ ജനങ്ങളെ, അഗീസൂനി യാ മഅ്ശറ ഖുറൈശ് ഫീ ഹാദിഹിൽ ലൈല ഫഇന്നി അഖാഫു അലാ ബനി ദഅവത മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ ധീരനും വീരനും ശൂരനും പരാക്രമിയൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് പുലരും എന്നറിയാം. അതുകൊണ്ട് സിറിയയിൽ പോകുന്ന വഴിയിൽ ഒരു പുരോഹിതന്റെ വീടിനു ചേർന്ന് താമസിക്കുന്ന ആളുകൾ
അബൂ ലഹബ് പറഞ്ഞു, അല്ലയോ ജനങ്ങളെ, എന്റെ മകന്റെ മേൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനം പുലരും. അതുകൊണ്ട് നിങ്ങൾ ഒന്ന് സഹായിക്കണം. എന്റെ മകനെ നിങ്ങളെല്ലാം പൊതിഞ്ഞു കെട്ടിയൊന്ന് സെന്ററിൽ കിടക്കാൻ അനുവദിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു പോകും. പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ പറഞ്ഞതാണ്, അത് പുലരാതിരിക്കില്ല, എനിക്ക് പേടിയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്റെ മകനെ ഒന്ന് കാവല് നൽകണേ. فجمعوا جمالهم وأناخوها حولهم خوفا من الأسد. അതാ അവരുടെ ഒട്ടകങ്ങളെല്ലാം അവര് കെട്ടിയിട്ട് വൃത്തം വെച്ച് വലയം വെച്ച് സിംഹം കടന്നു വരാതിരിക്കാൻ അവര് ഭദ്രമായ വേലിയുണ്ടാക്കി. എന്തിനു വേണ്ടിയാണ്? ഉത്തൈബത്ത് ഇബ്നു അബീ ലഹബിനെ പിടിക്കാതിരിക്കാൻ വേണ്ടി. ഉത്തൈബത്ത് ഇബ്നു അബീ ലഹബിനെ പിടിക്കാതിരിക്കാൻ വേണ്ടി എല്ലാവരും ഇദ്ദേഹത്തെ സെന്ററിൽ കിടത്തി. അപ്പോഴാണ് രാത്രിയായപ്പോൾ സിംഹം വരികയാണ്. ഫശമ്മ വുജൂഹഹും, കിടക്കുന്ന എല്ലാവരുടെയും മുഖം ഇങ്ങനെ മണത്ത് മണത്ത് നോക്കുകയാണ്. ثم وثب إلى عتيبة فوق المطاع فقطع رأسه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിന്റെ പുലർച്ചെയാണ്. പാതിരാത്രി സിംഹം വന്ന് ഉറങ്ങുന്നവരുടെ മുഴുവനും മുഖമിങ്ങനെ മണത്തു മണത്തു നോക്കി. അവസാനം ചരക്ക് കെട്ടുകൾക്ക് മേലെ നടുത്തളത്തിലാക്കി പ്രത്യേകം കാവൽ നൽകിയിട്ട് കിടത്തിയിരിക്കുന്ന ഉത്തൈബത്ത് ഇബ്നു അബീ ലഹബിനെ മണത്തു നോക്കി. فجاء الأسد يتشمم وجوههم حتى أتى عتيبة فقتله وقد قلم رأسه. അവന്റെ തല മുറിച്ചു മാറ്റി സിംഹം കടിച്ചുകൊണ്ടുപോയി. സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ് വസല്ലമ അലൈക യാ ഹബീബല്ലാഹ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇസ്ലാമിക് മതപ്രഭാഷണങ്ങളും പുതിയ മദ്ഹ് ഗാനങ്ങളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ ലഭിക്കാൻ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. യൂട്യൂബിൽ ഇല്യാസ് മുണ്ടമ്പറമ്പ്. വിരൽത്തുമ്പിലെ വിസ്മയ പ്രപഞ്ചം. www.youtube.com ഇല്യാസ് മുണ്ടമ്പറമ്പ്.